ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് കണ്ടെത്തിയിരിക്കുന്നത് എറണാകുളത്ത് തൃപ്പൂണിത്തുറ കോട്ടയം റൂട്ട് ഹൈവേ ഉദയംപേരൂർ നടക്കാവ് പമ്പിനടുത്താണ്. മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്നും 200 മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ടായ 3 സെന്റ് സ്ഥലത്ത് കിഴക്ക് ദർശനത്തിൽ 2 ഇനോവ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ വാട്ടർ അതോറിറ്റി കണക്ഷനും ബോർവെൽ കണക്ഷനുമുള്ള താഴെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകളിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടും കൂടി നല്ല ക്വാളിറ്റിയുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 1450 സ്ക്വയർ ഫീറ്റ് പുതിയ 3 BHK ഇരുനില വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുള്ള ദൂരത്തിൽ തൃപ്പൂണിത്തുറ ടൗണിനോട് അടുത്ത് പ്രകൃതി സുന്ദരമായ ഗ്രാമീണ അന്തരീക്ഷമുള്ള അടുത്തടുത്ത് വീടുകളുള്ള ശുദ്ധവായും ശുദ്ധജലവും ലഭിക്കുന്ന പ്രകൃതി രമണീയമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണികഴിപ്പിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ഗേറ്റ് നീളത്തിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധത്തിൽ റെയിൽ മോഡലായിട്ടാണ് പണിതിരിക്കുന്നത്. ഫ്രണ്ട് മുറ്റം ഫുൾ ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് ഭാഗത്ത് പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഗേറ്റ് കടന്നു വരുമ്പോൾ കാണുന്ന മെയിൻ പാർക്കിംഗ് ഏരിയയുടെ നീളം 15 അടിയും വീതി 9.25 അടിയുമാണ്. ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന പാർക്കിംഗ് ഏരിയയുടെ നീളം 18.5 അടിയും വീതി 8.25 അടിയുമാണ്. പാർക്കിംഗ് ഏരിയയിൽ വലിയ 2 കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്രൗൺ കളറ് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിലും സിറ്റ് ഔട്ടിലെ ഡോറ് വരുന്ന ഭിത്തിയിലും സിറ്റ് ഔട്ടിലെ പില്ലറിലും ടൈൽ ഫിനിഷിങ്ങിലെ ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം 5.5 അടിയും വീതി 30 സെന്റിമീറ്ററുമാണ്. സിറ്റ് ഔട്ടിന്റെ വലിപ്പം 6.5 അടി നീളവും 3 അടി വീതിയുമാണ്. 19.5 സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ. ഫ്ലോറിൽ വൈറ്റ് കളറിൽ ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ 4x2 8 സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ ടിവിയും മ്യൂസിക് സിസ്റ്റമൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം 13.25 അടി നീളവും 10.5 അടി വീതിയുമാണ്. 144 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഈ ഏരിയയിലാണെങ്കിൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് കൗണ്ടർ മോഡലായി 4 അടി നീളത്തിലും 2 അടി വീതിയിലുമുള്ള ഒരു ഗ്രാനൈറ്റ് സ്ലാബില് ടേബിൾ ടോപ്പായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉൾഭാഗം മൊത്തം ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റെയറിന്റെ താഴേക്ക് ആണെങ്കിലും മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 18.25 അടി നീളവും 9.5 അടി വീതിയുമാണ്. 178 സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 14.25 അടി നീളവും 10.25 അടി വീതിയുമാണ്. 146 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളിലെ ഐവറി കളറും ബ്രൗൺ കളറുമായിട്ടുള്ള വലിയ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഫ്ലോറിൽ ലൈറ്റ് ബ്രൗൺ കളർ ആൻറ്റിസ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 7.25 അടി നീളവും 4 അടി വീതിയുമാണ്. 31 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ അടുക്കള. ഒരു ഓപ്പൺ ടൈപ്പ് അടുക്കളയാണിത്. കയറി വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു സെർവിങ് ടേബിൾ ഗ്രാനൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായി
ഹാങ്ങിങ് മോഡല് 3 ഫാൻസി ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അടുക്കളയുടെ വലിപ്പം 10 അടി നീളവും 9.5 അടി വീതിയുമാണ്. 95 സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത്. അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് 2 സ്റ്റെപ്പുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ നീളം 90 സെന്റിമീറ്ററും വീതി 26.5 സെന്റിമീറ്ററുമാണ്. സ്റ്റെയറിൽ മൊത്തം 19 സ്റ്റെപ്പുകളാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ. ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 19 അടി നീളവും 8.5 അടി വീതിയുമാണ്. 161.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 14 അടി നീളവും 10.5 അടി വീതിയുമാണ്. 147 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് വലിയ ഗ്രേ കളർ ടൈലും വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 7.25 അടി നീളവും 4 അടി വീതിയുമാണ്. 31 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും 140 സ്ക്വയർ ഫീറ്റിൽ മേലെയുള്ള ബെഡ്റൂമുകളാണ്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 14.25 അടി നീളവും 10.25 അടി വീതിയുമാണ്. 146 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ ഗ്രീൻ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 8 അടി നീളവും 3.25 അടി വീതിയുമാണ്. 30 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയുടെ മുകൾ ഭാഗത്തായിട്ട് GI സ്ക്വയർ പൈപ്പിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസിലും സ്റ്റീലിലും GIയിലുമാണ്. ഈ ബാൽക്കണിയുടെ വലിപ്പം 10.5 അടി നീളവും 6.5 അടി വീതിയുമാണ്. 68 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത്. ഇതാണ് ഏറ്റവും മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ GI സ്ക്വയർ പൈപ്പിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ്. ഇനി നമുക്കിവിടെ ലാസ്റ്റായിട്ട് പരിചയപ്പെടാനുള്ളത് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ഓപ്പൺ ഏരിയയാണ്. ഓപ്പൺ ഏരിയയുടെ മുകൾ ഭാഗം മൊത്തം ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് ഭിത്തിയുടെ കോർണറിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം 9.25 അടി നീളവും 6.5 അടി വീതിയുമാണ്. 63 സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം. എറണാകുളം കോട്ടയം ഹൈവേക്ക് സമീപം ലോറി കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ട് 3 സെന്റ് സ്ഥലത്ത് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ 3 BHK പുതിയ ഇരുനില വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 62 ലക്ഷം രൂപയാണ്. റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയബിൾ ആണ്. ഇത് വീടിന്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗമാണ്. വീടിന് ചുറ്റും നടക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗമാണ്. ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് പരിക്കനൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആവശ്യമെങ്കിൽ ഒരു വർക്ക് ഏരിയ സൈഡൊക്കെ കവേഡാക്കി മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്ത് പണിത് തരുന്നതായിരിക്കും. ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് 12 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 8 കിലോമീറ്ററും പുതിയകാവിലേക്ക് 4 കിലോമീറ്ററും കുരിക്കാടേക്ക് 6 കിലോമീറ്ററും നടക്കാവിലേക്ക് 1.25 കിലോമീറ്ററും പുത്തങ്കാവിലേക്ക് 5 കിലോമീറ്റർ
കാഞ്ഞിരമിറ്റത്തേക്ക് 8.5 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 3 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 7.5 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 7.25 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 9.5 കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് 9 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് 8.5 കിലോമീറ്ററും കാക്കനാടേക്ക് 15.5 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 12 കിലോമീറ്ററും തേവരയിലേക്ക് 13 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 21 കിലോമീറ്ററും കലൂർ ജംഗ്ഷനിലേക്ക് 16 കിലോമീറ്ററും ഹൈക്കോർട്ടിലേക്ക് 19 കിലോമീറ്ററും ആലുവയിലേക്ക് 28 കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ഇനി വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.